തിരുവനന്തപുരത്ത് രണ്ടിടങ്ങളിലായി വൻ രാസലഹരി വേട്ട. കോവളത്ത് MDMA-യുമായി എത്തിയ 2 പേരും ചിറയൻകീഴിൽ 450 ഗ്രാം MDMA-യുമായി ഒരു യുവാവും പിടിയിലായി. ഡാൻസ് ഓഫ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആറ്റുകാൽ സ്വദേശികളായ 2 യുവാക്കൾ MDMA-യുമായി പിടിയിലാകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ലഹരി കടത്തി ഏജന്റുമാർക്ക് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന പ്രതികളായ ശരത്, മിഥുൻ എന്നിവരാണ് പിടിയിലായത്. ലഹരി മരുന്നുകൾ എത്തിച്ചു നൽകുന്നതിന് 20,000 മുതൽ 30,000 രൂപ വരെ ഇവർക്ക് പ്രതിഫലം ലഭിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ബൈക്ക് മാർഗമാണ് ഇവർ കോവളത്തെത്തിയത്. 450 ഗ്രാം MDMA-യുമായാണ് 22-കാരൻ ചിറയൻകീഴിൽ പിടിയിലായത്. പിടിയിലായ വിനോദ് വറീദിൽ നിന്നും റീറ്റെയിൽ വിപണിയിൽ 1 കോടിയിലധികം വിലയുള്ള മയക്കുമരുന്നാണ് പിടികൂടിയത്. ഫയാസിൻ്റെ ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം അയാളെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. ചോദിച്ചപ്പോൾ അയാൾ അതിന് മുമ്പായിട്ട് വന്നൊരു ട്രെയിനിൽ നിന്നിറങ്ങിയതാണെന്ന് പറയുന്നു. അയാളുടെ കയ്യിൽ ഈ പറഞ്ഞ മയക്കുമരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയ ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്തു. ഗസറ്റ് ഓഫീസറെ കൊണ്ട് അയാളുടെ ബോഡി സെർച്ച് ചെയ്തു. അപ്പോൾ 450 MDMA കിട്ടിയിട്ടുണ്ട്. മൈസൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ട്രെയിനിൽ വന്ന ഇയാൾ പേരുംകുഴി ഇടിഞ്ഞമൂലയിൽ വെച്ച് ട്രെയിൻ വേഗത കുറച്ചപ്പോൾ ചാടിയിറങ്ങുകയായിരുന്നു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി K. സുദർശൻ IPS-ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഇയാളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.